നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരെയും ഒരു അത്ഭുതത്തോടുകൂടി വളരെ വേദനയിലാഴ്ത്തിയ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. കുവൈത്തിലാണ് ആ സംഭവ വികാസങ്ങളൊക്കെ തന്നെ അരങ്ങേറിയത്. പക്ഷേ മലയാളി ദമ്പതികളായിരുന്നു. വളരെ വേദനാജനകമായ ചില സത്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ കുവൈത്തിൽ നടന്നത് അതൊരു കൊലപാതകത്തിന് ശേഷം നടന്ന മരണം, ആത്മഹത്യയാണ് എന്ന് വ്യക്തമാവുകയാണ്. സ്വന്തം ഭർത്താവ് സ്വന്തം ഭാര്യയെ കഴുത്തിനറുത്ത് കൊന്നതിനു ശേഷം സ്വയം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. കുവൈത്തിൽ നഴ്സുമാരായ മലയാളി ദമ്പതിമാരുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഫ്ളാറ്റിലാണ് മലയാളി നഴ്സ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂർ സ്വദേശി സൂരജ് എന്ന 40 വയസ്സുകാരനും എറണാകുളം കീഴില്ലം സ്വദേശിയായ ഭാര്യ ബിൻസി തോമസ് എന്ന 38 വയസ്സുകാരിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ രണ്ടുപേരും ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം വിവാഹം കഴിച്ച ദമ്പതികളായിരുന്നു. വളരെ സ്നേഹത്തിൽ കഴിഞ്ഞുപോയ ഇവരുടെ കുടുംബ ജീവിതത്തിൽ എന്താണ് ഇത്രയും വലിയ ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ച കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമായിരുന്നില്ല. കരിയറിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഒപ്പം കുടുംബജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയിരുന്ന ദാമ്പത്യ ജീവിതമായിരുന്നു അവരുടേത് എന്നാണ് പുറത്തുനിന്നുള്ളവർ പറയുന്നത്. പക്ഷേ അവരുടെ കുടുംബജീവിതത്തിൽ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ സംഭവിച്ച പല സംഭവ വികാസങ്ങളും ആരും സത്യത്തിൽ അറിഞ്ഞിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഈ ഒരു കൊലപാതകത്തോടു കൂടിയും ഈ ഒരു ആത്മഹത്യയോടു കൂടിയുമാണ് ഇത് വ്യക്തമാകുന്നത് എന്നാണ് ബോധ്യമാകുന്നത്. എന്തായാലും ഈസ്റ്റർ ദിവസങ്ങൾക്ക് മുൻപേ വന്നുപോയ ദമ്പതികളാണ് ഇപ്പോൾ മരണശേഷം നാട്ടിലേക്ക് തിരികെ എത്തുന്നത്. ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഈ മരണവും സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും മക്കൾ രണ്ടുപേരും അമ്മയുടെ അടുത്താണ്, അമ്മയുടെയും അച്ഛൻ്റെയും അടുത്താണ്. ബിൻസിയുടെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്താണ് താമസിക്കുന്നത്. ഒരുപക്ഷെ അവരെ കൊണ്ടുപോരുന്നെങ്കിൽ അവരെ കൂടി ഈ അച്ഛൻ സൂരജ് കൊന്നുകളയുമായിരുന്നു എന്ന ഭയം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. ബിൻസിയുടെ മൃതദേഹം കഴുത്തറുത്ത നിലയിലാണ് കാണപ്പെട്ടത്. ഹാളിൽ രക്തം തളം കിട്ടിയ നിലയിലാണ് കാണപ്പെട്ടത്. ഭാര്യയെ കഴുത്തിൽ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ നിഗമനം. അതിനുശേഷം സൂരജ് സ്വയം കുത്തി മരിക്കുകയായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ആരെയെങ്കിലും വിളിക്കാൻ ശ്രമിച്ചിരുന്നോ എന്നറിയാൻ പോലീസ് സൂരജിന്റെ ഫോൺ രേഖകൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വിവരം പുറത്തു വന്നത് പ്രകാരം നോക്കുകയാണെങ്കിൽ സൂരജ് സുഹൃത്തുക്കൾക്ക് വാട്സ്ആപ്പ് വഴി സന്ദേശം അയച്ചിരുന്നുവെന്നും അവൾ എന്റെ കൈകൊണ്ട് മരിച്ചു എന്ന വാട്സ്ആപ്പ് വഴി സന്ദേശം അയച്ചിരുന്നുവെന്നും അത് മാത്രമല്ല കൂടുതലായി പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റാറ്റസിലെ, അതായത് വാട്സപ്പിലെ DPകളൊക്കെ തന്നെ മാറ്റിയിരുന്നുവെന്ന വിവരവും കൂടി വരികയാണ്. ദീർഘകാലം പ്രണയ സാഫല്യമാകിയാണ് സൂരജും ബിൻസി വിവാഹിതരായത്. സൂരജിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ യുവതിയായിരുന്നു ബിൻസി. നഴ്സിംഗ് പഠനശേഷം ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്തതിനിടയിലാണ് ബിൻസി സൂരജിനെ പരിചയപ്പെട്ടത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സൂരജിനെ തന്റെ ശമ്പളം കൊണ്ട് ബിൻസി BSc നഴ്സിംഗ് പഠിപ്പിക്കുകയായിരുന്നു. വിദേശത്ത് പോകുമ്പോൾ സൂരജിനെയും ഒപ്പം കൂട്ടാനായിരുന്നു ഇത്. അതിനിടെ ബിൻസിക്ക് കുവൈത്തിൽ ഈ ഡിഫൻസിൽ സ്റ്റാഫ് നഴ്സായി ജോലി ലഭിക്കുകയായിരുന്നു. തുടർന്ന് BSc നഴ്സിംഗ് പാസ്സായ സൂരജിനെ വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച വിവാഹം കഴിക്കുകയും കുവൈറ്റിലേക്ക് തന്റെ ഒപ്പം കൂട്ടുകയുമായിരുന്നു. സൂരജിന്റെ ക്ഷിപ്രകോപം തന്നെയാണ് എല്ലാത്തിനും കാരണമായി മാറിയത്. ദമ്പതികളുടെ ജീവിതത്തിൽ കല്ലുകടിയായത് സൂരജിന്റെ ക്ഷിപ്രകോപം തന്നെയായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരൻ, ദേഷ്യം വന്നാൽ എന്തു ചെയ്യുന്ന അപകടകാരി. സൂരജ് സംശയരോഗിയായിരുന്നുവെന്നും സൂചനയുണ്ട്. ജീവിതം കൂടുതൽ പച്ച പിടിക്കുന്നതിന്റെ ഭാഗമായാണ് ബിൻസി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തയ്യാറെടുത്തത്. 5ാമത്തെ വട്ടം പരീക്ഷ എഴുതി പാസ്സായതോടുകൂടി 2 കുഞ്ഞുങ്ങളെ നാട്ടിൽ വിട്ടു. അതിനിടെ ബിൻസിയെ കൊല്ലാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. 2 ദിവസം മുൻപ് ബിൻസിയുടെ കൂട്ടുകാരികളെ ഫോണിൽ വിളിച്ച് അവളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. പാലൂട്ടി വളർത്തിയ കൈകളിൽ തന്നെ കടിച്ചു കൊന്നു എന്നാണ് ഇരുവരുടെയും കൂട്ടുകാർ പറയുന്നത്. ഇരുവരും മരിച്ചതോടുകൂടി 2 കുഞ്ഞുങ്ങളും അനാഥരാവുകയാണ്. ഈസ്റ്ററിന് നാട്ടിലെത്തി മടങ്ങിയപ്പോഴാണ് 2 കുട്ടികളെയും കീഴില്ലത്തെ ബിൻസിയുടെ വീട്ടിലേക്ക് മാറ്റിയത്. 4 ദിവസം മുമ്പ് മടങ്ങിയത് ഓസ്ട്രേലിയയിലേക്കുള്ള താമസം മാറുന്നതിന് രേഖകളെല്ലാം തയ്യാറാക്കിയായിരുന്നു. ഇരുവരും കുവൈറ്റിലെ വിവിധ സാംസ്കാരിക സംഘടനകളിൽ വളരെ സജീവ സാന്നിധ്യമായ ദമ്പതികളാണ്. കുവൈറ്റിൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സാമ്പത്തിക ഭദ്രത ഉള്ളതായിരുന്നു ഇവരുടെ കുടുംബം. ഈ നിലയിലേക്ക് കുടുംബം എത്തിയത് ബിൻസിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയായിരുന്നു. എന്നാൽ സൂരജിന്റെ സംശയരോഗം തന്നെയാണ് എല്ലാം തകർത്ത് കളഞ്ഞത്. രാത്രി ഷിഫ്റ്റിന് ശേഷം തർക്കമുണ്ടായതായി സംശയിക്കുന്നുണ്ട്. ദേഷ്യത്തിൽ അയാൾ അവളെ കുത്തിയിരിക്കാം. സംഭവത്തിന് ശേഷം സൂരജ് കൂട്ടുകാരെ വിളിച്ചിരുന്നു. സംഭവത്തിന് ശേഷം സൂരജ് തന്റെ സുഹൃത്തുക്കളോട് ഭാര്യ തന്റെ കൈകൊണ്ട് മരിച്ചതായും താനും പോകുന്നതായും പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പിന്നീട് സൂരജ് തന്റെ വാട്സാപ്പ് പ്രൊഫൈൽ ഫോട്ടോ നീക്കം ചെയ്യുകയും ആപ്പിൽ നിന്ന് ഈ സ്റ്റാറ്റസ് ഫോട്ടോകൾ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു.
ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ളത് കൊണ്ടാണ് കുട്ടികളെ കൂടെ കൊണ്ടുപോകാതിരുന്നത്. ബിൻസിയുടെ ഓസ്ട്രേലിയയിലേക്കുള്ള പോക്ക് ഇയാൾക്ക് അത്ര സുഖകരമല്ലായിരുന്നു, ഇഷ്ടമല്ലായിരുന്നു. 5 തവണ പരീക്ഷ എഴുതി 4 വട്ടവും പരാജയപ്പെട്ട ബിൻസി സങ്കടപ്പെടുമ്പോഴും സൂരജ് സന്തോഷിക്കുകയായിരുന്നു. എന്നാൽ സൂരജിന്റെ പ്രാർത്ഥന വിഫലമാക്കിക്കൊണ്ട് ബിൻസിയുടെ കഷ്ടപ്പാടിന് ഫലമായിക്കൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള പരീക്ഷ പാസ്സാവുകയായിരുന്നു. പക്ഷെ എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. അത് ബിൻസി രക്ഷപ്പെടുന്നതോ ബിൻസി തന്നെ വിട്ട് പുറത്തേക്ക് പോകുന്നതോ ഒന്നും തന്നെ സഹിക്കാനാകാത്ത സൂരജ് ബിൻസിയെ കഴുത്തിനറുത്ത് കൊല്ലുകയായിരുന്നു. പിന്നീട് സ്വയം മരിക്കുകയുമായിരുന്നു. അന്ന് സൂരജിന്റെ അമ്മയും വിളിച്ചിരുന്നു. ബിൻസിയോട് സംസാരിക്കണമെന്നും സൂരജിനോട് പറഞ്ഞിരുന്നു. ബിൻസി പുറത്താണെന്നായിരുന്നു പറഞ്ഞത്. ബിൻസിയുടെ നെഞ്ചിലും സൂരജിന്റെ കഴുത്തിലും കുത്തേറ്റിരുന്നു. വ്യാഴാഴ്ച രാവിലെ അബ്ബാസിയയിലെ താമസ സ്ഥലത്ത് ഇരുവരെയും കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 12 വർഷത്തോളമായി ഇവർ കുവൈത്തിലാണ് താമസിച്ചു വരുന്നത്. ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ദുരന്തം. 12 വർഷത്തോളമായി കുവൈത്തിലാണ്. ഈസ്റ്ററിന് തൊട്ടുമുമ്പാണ് ബിൻസി അവധിക്കായി നാട്ടിലേക്ക് എത്തിയത്. അപ്പോൾ തന്നെ തിരികെ പോവുകയും ഉണ്ടായി. കാരണം ഈസ്റ്ററിന് തലേ ദിവസം വരെ മാത്രമേ അവധി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ തിരിച്ചു പോകുകയും ചെയ്തിരുന്നു. ഈസ്റ്റർ കഴിഞ്ഞ ശേഷമാണ് സൂരജ് മടങ്ങിയത്. പരസ്പരം നല്ല സ്നേഹത്തിലായിരുന്നു അവർ രണ്ടുപേരും. ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനിച്ചതായിരുന്നു കാരണം. ബാംഗ്ലൂരിൽ പോയി മെഡിക്കൽ നടപടിക്രമങ്ങളെല്ലാം നടത്തിയിരുന്നു. സംഭവ ദിവസം അമ്മയെ വിളിച്ചിരുന്നു. ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, സൂരജിന്റെ ബന്ധു പറയുകയുണ്ടായി. ഇവർക്ക് 3ാം ക്ലാസ്സിലും UKസിലും പഠിക്കുന്ന കുട്ടികളും ഉണ്ട്. കുട്ടികൾ ബിൻസിയുടെ വീട്ടിലാണ് നിലവിലുള്ളത്. സൂരജ് കുവൈത്തിലെ ആരോഗ്യ മന്ത്രാലയത്തിലാണ് നഴ്സ് ജോലി ചെയ്തു വരുന്നത്. ബിൻസി കുവൈത്തിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ സ്റ്റാഫ് നഴ്സാണ്. ഇരുവരും രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെയാണ് ഫ്ളാറ്റിൽ എത്തിയത്. അതിനുശേഷമാണ് ദാരുണ സംഭവം ഉണ്ടായത്. വെള്ളിയാഴ്ച കുവൈത്തിൽ പൊതു അവധിയായതിനാൽ തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് സൂചന. മൃതദേഹങ്ങൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കേരളത്തിലേക്ക് എത്തിക്കും. തിങ്കളാഴ്ച തന്നെ എത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. സൂരജിന്റെ മൂത്ത സഹോദരി സുനിതയും കുവൈത്തിൽ നഴ്സാണ്. ഇളയ സഹോദരി സുമിയും ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയാണ്. വളരെ സാമ്പത്തികപരമായി പിന്നാക്കം നിന്ന സൂരജിന്റെ കുടുംബത്തെ സാമ്പത്തിക ഭദ്രതയോടുകൂടി ഉയർത്തിക്കൊണ്ടുവന്നത് ബിൻസി തന്നെയാണ്. ബിൻസിയുടെ കഠിനാധ്വാനം തന്നെയാണ്. ബിൻസി വെട്ടിയ വഴിയെ കടന്നു വരികയും വളരെ സാമ്പത്തിക ഭദ്രതയുള്ള, സാമ്പത്തികപരമായി വളരെ മുന്നോക്കം നിൽക്കുന്ന കുടുംബമായി മാറുകയും ഒക്കെ ചെയ്ത കുടുംബത്തിനാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ തന്നെയാണ് നീക്കം. സൂരജിന്റെ മൃതദേഹം സൂരജിന്റെ വീട്ടിലേക്കും ബിൻസിയുടെ വീട്ടിലേക്കുമാണ് അയക്കുക. രണ്ടുപേരും ഒരുമിച്ച് അടക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. എന്തായാലും വളരെ വേദനയോടുകൂടി ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ചില അവർ പറയുന്ന അവരുടെ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. ബിൻസിയും ഈ പറയുന്ന സൂരജും ഒത്ത് എങ്ങനെയാണ് അവർ ജീവിച്ചതെന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ ചില വാക്കുകളിലേക്ക് നോക്കാം. കൂടുതൽ വിവരങ്ങൾ മരണം നടന്നെന്നല്ലാതെ അവരെ വീടിനകത്ത് സംഭവം നടന്ന വീട്ടിൽ ഇവരെ കയറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരെ ബോഡി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇന്നലെ ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ വരെ അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. പോലീസ് ക്ലിയറായിട്ടൊന്നും പറയുന്നുമില്ല. അവരോട് മരണം നടന്നു എന്ന് മാത്രമേ പോലീസും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. 26-നാണെന്ന് തോന്നുന്നു ഇവിടുന്ന് അവൻ തിരിച്ചു പോയത്. 23-ാം തീയതി അവൻ ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അവനും പിള്ളേരും വൈഫ് ഒരാഴ്ച മുമ്പ് തിരിച്ചു പോയായിരുന്നു. അവർ ഓൾമോസ്റ്റ് സമയത്ത് ഇവിടെ ഒരു മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിൽ. ഒന്നും ഉള്ളതായിട്ട് അറിയാനുള്ള ഒന്നുമില്ലായിരുന്നു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടേക്ക് വരികയും എല്ലാം പങ്കെടുക്കുകയും ചെയ്തിട്ട് പോയതാണ്. ഒന്നും അങ്ങനെ ഉള്ളതായിട്ട് അറിവില്ല. അമ്മയോട് വീഡിയോ അതിന് മുമ്പ് ഒരു 9:15 അവൻ വിളിച്ച് അവർ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വന്നതായിരുന്നു. അപ്പോൾ ഡ്യൂട്ടിക്ക് തിരിച്ചു വന്നതിന് ശേഷം മിക്കവാറും എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. അപ്പം 9:15 വിളിച്ച് സംസാരിച്ച് നോർമലായിട്ട് സംസാരിച്ചതാണ്. അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രണ്ടുപേരും തിരിച്ച് നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് തോന്നുന്നു. അത് തിരിച്ച് വന്ന വഴിക്ക് അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് ഒന്നും അറിയില്ല. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒന്നും അറിയാവുന്ന ഒരു കുഴപ്പങ്ങളുമില്ല. അപ്പോൾ പ്രശ്നമില്ലെന്ന് തന്നെയല്ല, നല്ല സ്നേഹത്തിലാണ്. നല്ല സ്നേഹത്തിൽ ഇരുന്ന കുടുംബമാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പിള്ളേരായിരുന്നു സൂരജും ബിൻസിയും. ഞങ്ങൾ ഞെട്ടിയിട്ടാണുള്ളൂ. ഇപ്പോഴും തന്നെ അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല, തീരുമാനമായിട്ടില്ല. അതിൻ്റെ പ്രോസസ്സ് ഇന്നലെ കുറേ നടന്നു. ഇനിയിപ്പം ഒരു പക്ഷെങ്കിൽ എൻ്റെ ഒരു അനിയൻ അവിടെ ഉണ്ട്. അപ്പം പറഞ്ഞത് ഞായറാഴ്ച തിങ്കളാഴ്ചത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അവർ അറിയിക്കും. അതിനനുസരിച്ച് ഇവിടുത്തെ ക്രമീകരണങ്ങൾ നടത്തുള്ളൂ. ഇല്ല അവർക്ക് കിട്ടുന്നില്ല. അവിടെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയതുകൊണ്ടായിരിക്കും ഒന്നും പറയുന്നില്ല, പുറത്ത് പറയുന്നില്ല. അവർ ഒന്നുമില്ല, സാമ്പത്തികം യാതൊരു കുഴപ്പമില്ല. നല്ല രീതിയിൽ കഴിയുന്നതാണ്. ഇപ്പം അവർ ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ഇരുന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞില്ലേ ബാംഗ്ലൂർ പോയെന്ന് പറഞ്ഞത്. മെഡിക്കൽ എടുക്കാനായിട്ടൊക്കെ പോയതായിരുന്നു.